ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് കോഴ്സ് അപ്ലോഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ട്. അത് നമ്മൾ മാർക്കറ്റ് ചെയ്യണത് ആ പ്ലാറ്റ്ഫോം പ്രൊവൈഡേഴ്സിന്റെ മാർക്കറ്റ് ചെയ്യുമോ? നമുക്കിത് വേൾഡ് വൈഡ് സെല് ചെയ്യാൻ പറ്റും. ആമസോണിന്റെ കേസാണെങ്കിൽ ആമസോൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെയാണ്. ഫ്ലിപ്കാർട്ട് ഇതാവുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ വേൾഡ് വൈഡ് സെല് ചെയ്യാം. മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ ആൾക്കാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഹായ് ഓൾ, നമ്മുടെ ഇ ലേണിംഗ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ ലേണിംഗിലെ മൾട്ടി വെണ്ടർ കൺസെപ്റ്റ് ഉണ്ടോ, അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കൂടെ അൻഷിത് ഉണ്ട്, മൈസെൽഫ്, നിഹാൽ, അൻഷിത്. സോ അൻഷിത്, നമുക്കിപ്പോൾ ഇ കോമേഴ്സിൽ മൾട്ടി വെണ്ടർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ ഇ ലേണിംഗിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്? തീർച്ചയായിട്ടും ഇ ലേണിംഗിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതൊന്നുകൂടി എഫേർട്ട്ലെസ് ആണ്. ഇപ്പോൾ ഇ കോമേഴ്സിനേക്കാൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യണം. കാരണം മറ്റുള്ളതാണെങ്കിൽ നമുക്ക് ഡെലിവറി സിസ്റ്റം അതുപോലെ തന്നെ പല സാധനങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു റിസ്ക് ഉണ്ട്. ഇതിലാവുമ്പോൾ ആ ഒരു മോഡൽ റിസ്ക് കുറവാണ്. ഇതിലെങ്ങനെ ആക്ച്വലി വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. പ്ലാറ്റ്ഫോംസിൽ നമുക്ക് അണ്ടറിൽ പല ആൾക്കാർക്കും അവരവരുടെ സ്കില്ലുകൾ അതിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം എന്നുള്ള മോഡലിൽ, അല്ലെങ്കിൽ അവരെ കോഴ്സുകൾ അവരെന്താണോ അവരുടെ സ്കില്ലായിട്ടുള്ള സാധനം ആ കാറ്റഗറീൻ്റെ അണ്ടറിൽ നമുക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം നമുക്കായിട്ടുള്ള പ്രൈസിങ് നമ്മൾ എന്താണോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തതിന് ശേഷം ഇപ്പോൾ പബ്ലിക്കിന് കൊടുക്കുക എന്നുള്ളതാണ്. അതിലിപ്പോ ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ, ഇപ്പൊ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് സംസാരിക്കും. ഒന്ന് എന്നുള്ള ഉടമി അതിനൊരു എക്സാമ്പിൾ ആണ്. ഉടമിയിൽ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ റേഞ്ച് ഓഫ് കോഴ്സുകൾ പല ആൾക്കാർക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് ബയ്യറിന് അഥവാ അവർക്ക് നോക്കിയിട്ട് ബൈ ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഒരു മീഡിയേറ്റർ ആണ് ആക്ച്വലി ഉടമി വർക്ക് ചെയ്യുന്നത്, ഒരു മീഡിയേറ്റർ ആയിട്ട് പ്ലാറ്റ്ഫോം ആയിട്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 rupees ഒരു പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ മേ ബി പ്ലാറ്റ്ഫോമിന് 20 or 40% ഒക്കെ കമ്മീഷൻ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എഫേർട്ട്ലെസ് ആണ്, അതുകൊണ്ട് അതൊരു ഓക്കെ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഒരു രണ്ടും ഇപ്പോൾ ആമസോണിന്റെ സെയിം കൺസെപ്റ്റ് തന്നെ, ഇ കോമേഴ്സിലുള്ള സെയിം കൺസെപ്റ്റ് ഡെലിവറി സിസ്റ്റം അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഇല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ നമുക്കിത് വേൾഡ് വൈഡ് സെല് ചെയ്യാൻ പറ്റും. ആമസോണിന്റെ കേസാണെങ്കിൽ ആമസോൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെയാണ്. പിന്നെ ഫ്ലിപ്കാർട്ട് ഇതാവുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ വേൾഡ് വൈഡ് സെല് ചെയ്യാം. മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ ആൾക്കാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒരു ലിമിറ്റ് ഒന്നുമില്ല, മൾട്ടിപ്പിൾ ആയിട്ട് രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മളൊരു പ്രൊഡക്റ്റ് സെല് ഔട്ട് ചെയ്യുമ്പോഴും ആ ഒരു ലൊക്കേഷൻ ആണല്ലോ നമ്മൾ കൂടുതലും, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ നമ്മൾ അതാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിലാകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഗേറ്റ് വേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അതും ഒബ്വിയസ്ലി ആ പ്രൊവൈഡേഴ്സ് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള കാര്യം സെറ്റ് ചെയ്താൽ മതി. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. നല്ല ഒന്നുകൂടി സ്കെയിൽ ചെയ്യാൻ ഒന്നുകൂടി ഈസി ആയിരിക്കും. ഈ ഒരു ആപ്പിൽ യൂസേഴ്സിന് എന്താണ് ബെനിഫിറ്റ് വരുന്നത്? യൂസർ സൈഡിൽ എൻഡ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? സ്റ്റുഡൻസ് ആണ്, ഒബ്വിയസ്ലി സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ അപ്പ് സ്കിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഉടമയിലൊക്കെ ആണെങ്കിൽ തന്നെ അപ്പ് സ്കില്ലിംഗ് കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ സാധാരണ കോഴ്സുകളായിട്ടുള്ള ഇതുണ്ടാവും. മാക്സിമം ഇത് എന്ന് വെച്ചാൽ ഒരു ജോബ് ഓറിയന്റഡ് ആയിരിക്കും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള HR, അങ്ങനത്തെ ഒരു ഫൈനാൻസ്, ഇങ്ങനത്തെ ഓരോ പല വെർട്ടിക്കളിലുള്ള പ്രൊഡക്ട്സുകൾ അതിലുണ്ട്. അതിലുള്ളൊരു യൂസർ സൈഡിലുള്ള ബെനിഫിറ്റ് ആണല്ലോ ചോദിച്ചത്. യൂസർ സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ആൾക്കാർ, ഇപ്പോൾ ചില പ്ലാറ്റ്ഫോം, ഒരു സിംഗിൾ വെണ്ടർ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള കുറച്ച് കോഴ്സുകൾ മാത്രമായിരിക്കും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരു ടീച്ചേഴ്സ് എടുത്താൽ മാത്രമായിരിക്കും ഉണ്ടാവുക. മേ ബി അവർക്ക് ചെയ്യാൻ പറ്റുന്നത് 2 അല്ലെങ്കിൽ 3 ടീച്ചേഴ്സിന് കൂടി വെച്ചിട്ട് അവർക്ക് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ ഒരു സിനാരിയോയിൽ എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിൻ്റെ ട്രയൽ യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ചെയ്യാം. ഒബ്വിയസ്ലി 1 വീഡിയോ 2 വീഡിയോ നമുക്ക് എന്താണ് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇത് കണ്ടിട്ട് ഇവരിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സാറ്റിസ്ഫാക്ഷനും നമുക്ക് മനസ്സിലാവുന്നതും നോക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഉടമയിലാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ 100,000 കണക്കിനോ അല്ലെങ്കിൽ 10,000 കണക്കിനോ വീഡിയോസ് ഉണ്ട്. വെറൈറ്റീസ് ഓഫ് കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിപ്പോ ഈ ടീച്ചേഴ്സിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ ആവില്ല എനിക്ക് ഇഷ്ടപ്പെടുക. കാരണം അവർ പഠിപ്പിക്കുന്ന രീതി അതൊന്നും കൂടി നമുക്ക് ചില ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ട ഇന്ന ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നല്ല ക്യാച്ച് ചെയ്യും, ചില ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാത്ത ഇഷ്യൂ ഉണ്ടാവും. ഇപ്പോൾ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒരു ഫസ്റ്റ് യൂസർ ആണ് ഇപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സപ്പോസ് അങ്ങനെ ഒരു കോഴ്സ് ആണെങ്കിൽ പോലും, അപ്പൊ അവർക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അവരെന്തൊക്കെ പഠിപ്പിക്കുന്നു ആ കാര്യങ്ങളെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ മാക്സിമം യൂസർ സൈഡിൽ നോക്കുമ്പോൾ ഈസിയാണ്.
പ്ലസ് എല്ലാത്തിക്കുള്ള ആക്സസ് ഉണ്ടാവും. Access ആണ്. പിന്നെ ഇപ്പൊ ഉടമി എന്നൊക്കെ പറയുന്നത് വേൾഡ് വൈഡ് ഓഫ് കോഴ്സുകളാണ് മാക്സിമം അവർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൾട്ടി വെണ്ടർ ആകുമ്പോൾ പല ഏരിയയിലേക്ക് ഒബിയസ്ലി അതൊരു സ്റ്റേജ് കടക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഒരു മൾട്ടി വെണ്ടറിൽ അത്യാവശ്യം പ്രോഡക്ട്സ് ഒക്കെ ആയി അല്ലെ എല്ലാവരും അത് ഇട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു ടൈമിംഗ് ഉണ്ടാവും, ടേക്ക് ടൈം എടുക്കും. ഇപ്പൊ സിംഗിൾ വെണ്ടർ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാൻ നമ്മളതായിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതായിരിക്കും. ഇതാവുമ്പോൾ നമ്മളെന്താണ് ഒരു ഫസ്റ്റ് ഇനീഷ്യലി നല്ലൊരു റിസ്ക് ഉണ്ടാവും, ഒരു ഒന്ന് ലെവൽ ചെയ്ത് വരാൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫുൾ ഇപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഇതില് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പ്ലാറ്റ്ഫോമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കോഴ്സ് അപ്ലോഡ് ചെയ്യുന്നവര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ടീച്ചേഴ്സ് മാത്രമായിരിക്കും, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരായിരിക്കും? ഇതില് ഇപ്പൊ ടീച്ചേഴ്സ് മാത്രമായിട്ട് ഇതിൽ വരില്ല, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. കാരണം അവരുടെ എന്താണ് സ്കില്ല്, ഇപ്പോൾ നമുക്കുള്ള സ്കില്ല് വീഡിയോ സ്കില്ലാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എഡിറ്റിംഗ് സ്കില്ല് നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ആൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതൊക്കെ അതിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്. പക്ഷെ ഒരു ഇനീഷ്യൽ വെരിഫിക്കേഷൻ ഇപ്പോൾ ഒരു മീഡിയേറ്ററുടെ ഭാഗത്തു നിന്നുണ്ടാവും, എന്നിട്ട് മാത്രമായിരിക്കും അത് പുഷ് ചെയ്യുക. അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സ്ക്രൂട്ടിനിങ് ഉണ്ടാവും. കാരണം എന്തെങ്കിലും കോണ്ടന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. കാരണം അതല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് യൂസേഴ്സിന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ആ ബ്രാൻഡിന്റെ ക്രെഡിബിലിറ്റിക്ക് ബാധിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് മേജറായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് കോഴ്സ് അപ്ലോഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമാണ് അത് നമ്മൾ മാർക്കറ്റ് ചെയ്യണത്, ആ പ്ലാറ്റ്ഫോം പ്രൊവൈഡേഴ്സിന്റെ മാർക്കറ്റ് ചെയ്യും. മാർക്കറ്റിംഗിന്റെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? മാർക്കറ്റിങ്ങിന്റെ സൈഡ് പറയുമ്പോൾ രണ്ട് സൈഡിലേക്കും നോക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്കൊരു വീഡിയോ ഇട്ടതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റ് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ശേഷം അല്ലെങ്കിൽ അവരൊരു കോഴ്സ് അപ്ലോഡ് ചെയ്യുന്ന ശേഷം അവർക്ക് തന്നെ ഇതിന്റെ ലിങ്ക് വെച്ചിട്ട് അവർക്ക് ലാൻഡിങ് പേജ് ആക്കിയിട്ട് ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാർക്കറ്റ് ചെയ്യും. ചില കേസിൽ സിനാരിയോയിൽ പ്ലാറ്റ്ഫോം മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. ഇനിഷ്യൽ കേസിൽ എന്തായാലും പ്ലാറ്റ്ഫോം ആണല്ലോ. ഇതില് എന്താ വെച്ചാല് ഇപ്പോ മാർക്കറ്റിംഗ് സൈഡ് ഓക്കെ ഒബിയസ്ലി ഇപ്പൊ ബാക്കിയുള്ള ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് കൂടുതലും വർക്ക് ചെയ്യുക. പക്ഷെ ഇതിൽ നമുക്ക് രണ്ടും എൻഡ് യൂസേഴ്സിനും മാർക്കറ്റ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പ്ലസ് ഇതിലുള്ള ബെനിഫിറ്റ്സ് ഇപ്പോൾ അഥവാ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നവർക്കുള്ള ഒരു ബെനിഫിറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അവർക്ക് എന്താ വെച്ചാൽ ഒന്ന് അവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കേണ്ട കോസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതിന്റെ മെയിൻറ്റെയിൻ കോസ്റ്റ് നോക്കണ്ട. പിന്നെ ഇതിന് ഭയങ്കരമായിട്ട് നോക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് അപ്ലോഡ് ചെയ്യുന്നു, അതിനെ ഒന്നുകൂടി ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം, അടുത്ത വേർഷൻ ഓഫ് പ്രൊഡക്ട്സിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം എന്നുള്ളതാണ്. അതൊരു ബെനിഫിറ്റ്സ് ആണ്. പിന്നെ ഇപ്പോൾ ഓൾറെഡി എക്സ്റ്റാബ്ലിഷ് ചെയ്തൊരു കമ്പനി ആണെങ്കിൽ അതിൽ ഓൾറെഡി ഒരു യൂസർ ബേസ് ഉണ്ടാവും. അപ്പൊ അതിലേക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. പക്ഷെ എന്താ വെച്ചാൽ അതിനുള്ള കോമ്പറ്റീഷനും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. പക്ഷെ ഒന്നുകൂടി ബെറ്റർ ഓപ്ഷൻ ആണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവർക്ക് എന്താ വെച്ചാൽ ഒന്ന് കോസ്റ്റ് കുറക്കാന്നുള്ള, കാരണം ഈ പ്ലാറ്റ്ഫോം എങ്ങനെ അതിന്റെ കാര്യങ്ങൾ അതിന്റെ ബാക്കിംഗ് മെയിൻ്റെനൻസ് ഒക്കെ ഒഴിവാക്കാനും ഇതൊക്കെ ചെറിയ ടീമിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇപ്പോൾ വൺസ് ഇപ്പോൾ നമ്മുടെ ഒരു സംഭവം സെറ്റപ്പ് ചെയ്ത് നമ്മുടെ കോഴ്സ് നല്ല രീതിയിൽ സെൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാം. ഒരു ട്രയൽ എന്നുള്ള രീതിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ബെറ്റർ ആക്കി കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നമ്മളതായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം. അത് പൊതുവേ ചില ടീമുകൾ ഇത് ഒരു നോർമൽ സ്കെയിലിൽ നിൽക്കുന്ന ആൾക്കാർ അഥവാ ഇത് ചില ഏരിയയിൽ ഇത് വർക്കൗട്ട് അല്ല. ഇപ്പൊ കോഴ്സസ് കൊടുക്കുന്നിടത്ത് വർക്കൗട്ട് ആവുള്ളൂ. ഇപ്പൊ നമ്മൾക്കൊരു അപ് സ്കില്ല് ചെയ്യുന്ന ഇപ്പോൾ എന്താ പറയാ മാർക്കറ്റിങ്, അതുപോലെ തന്നെ കോഡിങ്, HR, ഫൈനാൻസ്, ഇങ്ങനത്തെ ഒരു ഇത്ര മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ ഇത്ര ടൈമിന്റെ ഡ്യൂറേഷനുള്ള ഒരു കോഴ്സുകളൊക്കെ. ഇപ്പൊ ഇതല്ലാത്ത കോഴ്സുകളൊന്നും നമുക്ക് അത്ര വർക്കൗട്ട്. ഇപ്പൊ നമുക്കൊരു സ്കൂൾ തലം എന്നൊക്കെ നമുക്ക് അത്ര ഓക്കെ ആവൂല എന്നാണ്. എന്തായാലും ലൈക്ക് 3 month ഡ്യൂറേഷൻ വരുന്ന കോഴ്സ് അതിനൊക്കെയാണല്ലോ, 1 month കോഴ്സ് അങ്ങനത്തെയാണ് ഇത് ഒന്നുകൂടി ഓക്കെ ആവുള്ളൂ. അതല്ലാത്ത ഏരിയയിലേക്ക് അത് അത്ര ഓപ്റ്റ് ആവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ച കൂടുതലും ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ്. ഇനി ഇതിനെന്തെങ്കിലും നെഗറ്റീവ് സൈഡ് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? നെഗറ്റീവ് സൈഡ് എന്ന് പറയാൻ മാത്രമുള്ള പ്രശ്നങ്ങളില്ല. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്ക് ഫുൾ ഓഫ് ചെയ്യാനുള്ള ടീമിന് അവരെ ആദ്യം നമുക്ക് ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇൻഹൗസ് ടീമോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു ഡീലർഷിപ്പ് ത്രൂ ഒരു ഡയറക്റ്റ് പിച്ച് ചെയ്യേണ്ടി വരും. ഇതിലേക്ക് ആദ്യം വീഡിയോസുകൾ വരണം, മൾട്ടിപ്പിൾ റേഞ്ച് ഓഫ് വീഡിയോസുകൾ വരണം. അതിനുശേഷമാണ് ഇത് മാർക്കറ്റിംഗിലേക്ക് നമുക്ക് പോകാൻ പറ്റുക. ഇത് കമ്പാരിറ്റീവ്ലി ഒന്നുകൂടിയും അടിപൊളിയാണെന്നാണ് എൻ്റെ ഒരു
കാരണം ആദ്യത്തെ ഒരു സ്റ്റേജ് അത് എല്ലാ ബിസിനസ്സിനും ഉണ്ടാവും. ആദ്യത്തെ സ്റ്റെപ്പ് ഭയങ്കര ടഫ് ഉണ്ടാവും. അതൊന്നുകൂടി ബെറ്റർ ആക്കി കഴിഞ്ഞാൽ അടിപൊളിയാണെന്നുള്ളതാണ്. നമുക്ക് ഓക്കെ ആക്കിയിട്ട് ചെയ്യാം എന്നുള്ളൊരു വർക്കൗട്ടിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതിൽ ഈ കേസിൽ നോക്കുമ്പോൾ എല്ലാവരും വിൻ വിൻ സിറ്റുവേഷനിലാണ് പോകുന്നത്. ഓൾമോസ്റ്റ് വിൻ വിൻ ആണ്. ബട്ട് എല്ലാത്തിനുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങൾ എന്തായാലും ചെയ്യണം. ഓക്കെ, താങ്ക് യു അൻഷിത്. അപ്പോൾ